Good morning. ഞാൻ പറയാൻ പോകുന്നത് പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ്. Public sector in India includes all activities funded out of government's budget. It includes government departments, central and state government undertakings, irrigation and power projects, railways, post and telegraphs, banking, insurance, financial services, etc. Thus, the size of the public sector is very large. Non-departmental enterprises under central government are generally referred as public sector enterprises. Assessment of performance of PSEs is rather a difficult task because they seek to pursue a multiple objectives and some of the objectives conflict one another. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ്, ഇറിഗേഷൻ ആൻഡ് പവർ പ്രോജക്ട്സ്, റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഫിനാൻഷ്യൽ സർവീസസ് തുടങ്ങിയവയൊക്കെ. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെരി ലാർജ് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ പെർഫോമൻസ് അസസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതുകൂടാതെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾക്ക് ഒന്നിലധികം ഒബ്ജക്റ്റീവ്സ് ഉള്ളത് കൊണ്ട് ഒരു ഒബ്ജക്റ്റീവ്സ് മറ്റൊന്നായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് പറഞ്ഞ ഫസ്റ്റ് പോയിൻ്റാണ് കോൺട്രിബ്യൂഷൻ ഓഫ് PSEs. Today, many key sectors of the economy are dominated by matured public enterprises. These public sector enterprises are made their own contribution towards expansion of production, opening of new areas of technology, and building a reserve of technical competence. ഇന്ന് സമ്പദ് വ്യവസ്ഥയുടെ പല പ്രധാന മേഖലകളിലും പൊതുമേഖലാ സംരംഭങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവ പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ ടെക്നോളജിയുടെ ന്യൂ ഏരിയാസ് അഡോപ്റ്റ് ചെയ്യാനും ടെക്നിക്കൽ കോമ്പിറ്റൻസ് ബിൽഡ് ചെയ്യാനുമൊക്കെ അവ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് മാനിഫെസ്റ്റേഷൻ ഓഫ് പ്രോബ്ലംസ്. ആഫ്റ്റർ ദി ഇനീഷ്യൽ എക്സോബറൻസ് ഓഫ് ദി പബ്ലിക് സെക്ടർ ബൈ എൻറ്ററിങ് ന്യൂ ഏരിയാസ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കോമ്പിറ്റൻസ്, എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ബിഗാൻ ടു മാനിഫെസ്റ്റ് ദെംസെൽസ് ഇൻ many enterprises. The main problem are low productivity, poor project management skills, overmanning, lack of technological upgradation, inadequate attention to research and development, low priority to human resource development, political interference and lack of autonomy. ടെക്നിക്കലായിട്ടും ഇൻഡസ്ട്രിയലായിട്ടുള്ള പുതിയ ഏരിയകളിലേക്ക് പബ്ലിക് സെക്ടേഴ്സ് പ്രവേശിച്ചപ്പോൾ നിരവധി പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങി. അതിൽ വരുന്നതാണ് ലോ പ്രൊഡക്ടിവിറ്റി, പുവർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഓവർ മാനിങ്, ലാക്ക് ഓഫ് ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ, ഇൻഅഡ്വക്കേറ്റ് അറ്റൻഷൻ ടു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ലോ പ്രയോറിറ്റി ടു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ്, ലാക്ക് ഓഫ് ഓട്ടോണമി തുടങ്ങിയവയൊക്കെ. ഇനി തേർഡ് പോയിൻ്റാണ് restructuring of the enterprises. Today there is an increasing consensus that the government has no business to engage itself in business and industry and should instead concentrate on social sectors like education and social security. With a view to ensure higher return on public investments which are locked up in industries, there is a need to adopt a strategy for restructuring of these enterprises encompassing a wide range of components, namely restructuring of ownership, organizational, financial and personal restructuring, restructuring of the board of directors and the relationship between government and public enterprises. These should include the closure and winding up of terminally sick PSEs and selling of their assets. ഇൻഡസ്ട്രിയലായിട്ടും ബിസിനസ് പരമായിട്ടും ചെയ്യാൻ പൊതുമേഖലയിൽ ബിസിനസ് ഇല്ലെന്നും പകരം അവ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും പറയുന്നുണ്ട്. കൂടാതെ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൊതു നിക്ഷേപങ്ങളുടെ റിട്ടേൺ ലഭിക്കാൻ അവിടെ റീസ്ട്രക്ചറിങ് ഓഫ് ഓണർഷിപ്പ്, അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ, ഫിനാൻഷ്യൽ ആൻഡ് പേഴ്സണൽ റീസ്ട്രക്ചറിങ് ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് എൻ്റർപ്രൈസസ് എല്ലാം അനിവാര്യമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സിക്കായിട്ടുള്ള PSEകളെ ക്ലോസ് ചെയ്യുകയും അവയുടെ അസറ്റ്സ് സെൽ ചെയ്തിട്ട് അവയെ വൈൻഡിങ് അപ്പ് ചെയ്യുകയും വേണമെന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് ഇനി 6th പോയിൻ്റാണ്. ഇനി 4th പോയിൻ്റാണ്.
confining to a few restricted areas. The PSCs no longer to enjoy any special privileges or facilities today. At the same time, they have to compete with the private enterprises also. Today, private initiatives is being encouraged even in development of infrastructure like power, roadways, telecommunication, etc. There is a good justification in withdrawal of government presence in such areas, and public sector should remain confined to a few restricted areas. അത് പറയുന്നത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകൾ ഇന്ന് പ്രത്യേകം പ്രിവിലേജസോ അല്ലെങ്കിൽ ഫെസിലിറ്റീസോ ഒന്നും കിട്ടുന്നില്ല. ഇവർ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് ആയിട്ട് വളരെയധികം കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇന്ന് പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസുകൾ പവർ, റോഡ്വേസ്, അതേപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. പബ്ലിക്കിനായിട്ടുണ്ടായിരുന്ന പല ഏരിയകളിലും ഇന്ന് പ്രൈവറ്റ് സെക്ടേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി 5th പോയിൻ്റാണ് strengthening of the profit-making PSCs. The PSCs which have comparative advantages vis-a-vis global markets should be identified and supported. The management of these public sector enterprises should be professionalized. Encouragement should be given to workers' participation in management. It is an increasingly comparative environment. So the public sector enterprises should be given full autonomy and encouraged to conduct their business on commercial lines for competing with other rival firms. ലാഭമുണ്ടാക്കുന്ന PSCകളെ ശക്തിപ്പെടുത്തുകയും ആഗോള വിപണിയിൽ, അതായത് ഗ്ലോബലായിട്ട് നേട്ടങ്ങളുള്ള PSCകളെ കണ്ടെത്തി പിന്തുണയ്ക്കുകയും വേണം. അവയെ അതുപോലെ തന്നെ പ്രൊഫഷണലൈസ്ഡ് ആക്കുകയും കൂടാതെ മാനേജ്മെൻറ്റിൽ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുകയും വേണം എന്നാണ് പറയുന്നത്. ഇനി 6th പോയിൻ്റാണ് മാനേജ് PSCs on sound commercial lines. The government has withdrawn from non-core sectors by considering the factors like long-term efficient use of and growing financial non-viability. By way of doing so, the public sector enterprises are compelled to operate in an increasingly competitive and market-oriented environment. They should continue in certain core areas of economy, but they should be managed on sound commercial lanes. ലോങ് ടേം എഫിഷ്യൻറ്റ് യൂസ്, അതുപോലെ തന്നെ ഗ്രോയിങ് ഫിനാൻഷ്യൽ വയബിലിറ്റി എന്നിവയൊക്കെ ആസ്പദമാക്കിയിട്ട് പല ഗവൺമെൻറ്റും പല നോൺ കോർ ആയിട്ടുള്ള സെക്ടേഴ്സിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടേഴ്സ് കൂടുതൽ കോമ്പീറ്റൻ്റ് ആയതും അതുപോലെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയീസ്. The public sector in India continues to be an important component of an Indian industry even after liberalization. Therefore, the disinvestment strategy adopted by the Government of India should also include the strengthening of certain public sector enterprises as well as selective disinvestment in certain others. In such a strategy, utmost importance should be given for the protection of the interest of employees. ലിബറലൈസേഷന് ശേഷവും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആയിട്ട് ആണ് നിലനിൽക്കുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്തനിങ് ഓഫ് പബ്ലിക് സെക്ടേഴ്സും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി എംപ്ലോയീസും ആണ്. 8th പോയിൻ്റാണ് ചേഞ്ചിങ് റൂൾ ഓഫ് പബ്ലിക് സെക്ടർ. While the public sector has played a vital role in the development of our industry and economy, and whose development was considered to be a historical necessity, a objective situation now demands a change in its role. Unless the public sector enterprises respond quickly to the dynamic changes which are taking place globally. ഇൻഡസ്ട്രിയുടെയും എക്കണോമിയുടെയും ഡെവലപ്മെൻറ്റിന് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഗ്ലോബലായിട്ടുണ്ടാവുന്ന പല ചേഞ്ചസിനോടും പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ വളരെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇനി അടുത്ത് പറയുന്നത് ഇൻ ദ ഫോളോയിങ് പാരഗ്രാഫ്സ് പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ അസസ്ഡ്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് PSCs ആർ ബിഗ് എക്സോസ്റ്റർ ഓഫ് ദി റിസോഴ്സസ് ഓഫ് ദി കൺട്രി. Second point, only limited number of PSCs is in profit. Third point, a number of PSCs are incurring heavy losses continuously. Fourth point, return on the investment
Fifth point, profit of PSCs are on account of petroleum sector alone. Sixth point, performance of PSCs in the post-liberalization era. അത് ഫസ്റ്റ് പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. PSCs are big exhauster of the resources of the country. Some economists argue that the public sector enterprises are exhausting major resources of the country, but the actual results given by the PSCs does not support this argument. Public enterprises are the transformers of our economy, making various contributions such as investment in infrastructure, securing balanced regional development, creating new skills and competence, etc. Public sector enterprises are provided direct employment to about 2 million people. The contributions of CPSCs in the production of coal, lignite, primary lead, zinc and petroleum was more than 80% of the country's total production. The steel plant in the public sector have produced 32% of finished steel. The contributions of public sector in the production of nitrogen fertilizer was 33%. പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്തിൻ്റെ പ്രധാന വിഭവങ്ങൾ തീർക്കുകയാണെന്നാണ് പല സാമ്പത്തിക വിദഗ്ധരും വാദിക്കുന്നത്. എന്നാൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ നൽകുന്ന ആക്ച്വൽ റിസൾട്ട് ഇതിനെ പിന്തുണയ്ക്കുന്നില്ല. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ എക്കണോമിയിലെ ട്രാൻസ്ഫോമേഴ്സ് ആണെന്നാണ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവ പല കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. എന്തൊക്കെയെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, സെക്യൂറിങ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, ക്രിയേറ്റിംഗ് ന്യൂ സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസ്. അങ്ങനെ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ 2 മില്യൺ പീപ്പിൾസിന് എംപ്ലോയ്മെൻറ്റ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ കോള്, സിങ്ക്, പ്രൈമറി ലെഡ്, പെട്രോളിയം തുടങ്ങിയവയിൽ നിന്ന് ഉൽപ്പാദനത്തിൽ നിന്ന് നമുക്ക് PSCകൾക്ക് നൽകുന്നത് രാജ്യത്തിൻ്റെ മൊത്തം ഉൽപ്പാദനത്തിൻ്റെ 80% ആണ്. പെർസെൻറ്റേജിൽ അധികമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫിനിഷ്ഡ് സ്റ്റീലിൻ്റെ പ്രൊഡക്ഷനിൽ തരുന്ന ലാഭം എന്ന് പറയുന്നത് 32%. നൈട്രജൻ ഫെർട്ടിലൈസറിൻ്റെ പ്രൊഡക്ഷനിൽ നിന്ന് നൽകുന്നത് 33% ലാഭമാണ്. നെക്സ്റ്റ് പോയിൻ്റാണ് റോൾ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. റോൾ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അടുത്ത പോയിന്റ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ബോത്ത് അറ്റ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദി ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി and have been set up with the objective to help the countries achieve self-sufficiency in manufacturing and technology. സെൻട്രലും സ്റ്റേറ്റ് ലെവലായിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് പ്രധാനപ്പെട്ട ഒരു റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ഡെവലപ്മെൻറ്റ്, കൺട്രിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും സെൻട്രലും സ്റ്റേറ്റ് ലെവലായിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ഇവ തുടങ്ങിയതിൻ്റെ ഒരു പ്രധാന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ സഹായിക്കുക. എന്തിൻ്റെ കാര്യത്തിൽ? മാനുഫാക്ചറിങ്ങിൻ്റെയും അതുപോലെ തന്നെ ടെക്നോളജിയുടെയും കാര്യത്തിൽ രാജ്യത്തിന് ഒരു സെൽഫ് സഫിഷ്യൻസി അച്ചീവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇനി തേർഡ് പോയിൻ്റാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. The public sector enterprises have played a major role in recognizing their social responsibility and meeting their obligations in line with the country's social economic goals. They have also played a pivotal role in the promotion of balanced regional development. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ അവരുടെ സാമൂഹിക ഉത്തരവാദിത്തം തിരിച്ചറിയുന്നതിലും രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി അവരുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്നതിനും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റിനും ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി ഫോർത്ത് പോയിൻ്റാണ് ചേഞ്ചസ് ഇൻ നമ്പർ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് വിച്ച് ആർ മേക്കിംഗ് പ്രോഫിറ്റ്. In 2030-40, 163 CPSCs posted net profit as compared with 151 in financial year 2012-13. Subsequently, the loss-making companies decreased in number from 78 in financial year 2011-12 to 71 in financial year 2030-40. Overall profit growth of India's 257 operating PSU was 11.7%, up from rupees 1,40,239 crore in 2015-16
to rupees 1,27,602 crore in 2016 to 17. In the last decade or even earlier, the number of profit-making enterprises was always higher than the number of loss-making enterprises. അത് പറയുന്നത് വെച്ചാൽ 2012-13 151 അത് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ 2013-14 163 മാറി. തുടർന്ന് നഷ്ടം വരുന്നത് ലോസ് മേക്കിംഗ് ആയിട്ടുള്ളവ 2011-12 78 നിന്ന് 2013-14 ആയപ്പോൾ 71 കുറഞ്ഞു. എന്ത് ലോസ് മേക്കിംഗ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകൾ. അതുപോലെ തന്നെ മൊത്തം ലാഭം ഇന്ത്യയുടെ 257 ഓപ്പറേറ്റിംഗ് PSCകളിൽ നിന്ന് 11.7% ആണ്. അത് 2015-16 1,14,239 കോടി രൂപയിൽ നിന്ന് 2016-17 1,27,602 രൂപയായി. ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുന്ന സംരംഭങ്ങളുടെ എണ്ണം ലോസ് മേക്കിംഗ് ആയിട്ടുള്ള പബ്ലിക് സെക്ടറുകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് എന്നാണ്. ഈ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് public enterprises are incurring heavy losses. The top 10 profit-making CPSCs accounted for 61.83% of the total profit earned by all the 184 profit-making state-owned firms during the year 2017. The top 10 loss-making PSUs claimed 84.71% of the total losses made by all the 71 CPSCs. The total loss of all the 71 loss-making CPSCs stood at rupees 31,261 crore. അത് പറഞ്ഞു കഴിഞ്ഞാൽ 184 CPSCകളിൽ ഉണ്ടാക്കിയ ലാഭം എന്ന് പറയുന്നത് 61.83% ആണ്. 71 CPSCകൾ ഉണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത് 84.71% ആണ്. അതായത് 71 ലോസ് മേക്കിംഗ് PSCകളുടെ ആകെ നഷ്ടം എന്ന് പറയുന്നത് 31,261 കോടിയാണ്. ഈ നെക്സ്റ്റ് പറയുന്നത് 6th പോയിൻ്റാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. The return on investment is considered to be most appropriate measure to judge the performance of an enterprise. The return earned by PSCs needs to be viewed keeping in mind the divergent constraints faced and contributions made by public sector enterprises in discharging their various socio-economic obligations. ഒരു എൻ്റർപ്രൈസിൻ്റെ പെർഫോമൻസ് ജഡ്ജ് ചെയ്യുന്നതിനുള്ളൊരു മെഷറായിട്ടാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണുന്നത്. പബ്ലിക് എൻ്റർപ്രൈസസ് അവരുടെ സോഷ്യോ എക്കണോമിക് ഒബ്ലിഗേഷൻസ് നിറവേറ്റുന്നതിലും നേരിടുന്ന ഒട്ടേറെ പരിമിതികളുണ്ട്. ഇവയൊക്കെ കണക്കിലെടുത്തായിരിക്കണം അവരുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് 7th പോയിൻ്റാണ് പ്രോഫിറ്റ്സ് ഓഫ് CPSCs ആർ ഓൺ അക്കൗണ്ട് ഓഫ് പെട്രോളിയം സെക്ടർ എലോൺ. It is a fact that profit earned by the petroleum sector is much higher than the average profit of the public sector. But there are other sectors such as heavy engineering and telecommunication services where the return on investment is higher than the return of the petroleum sector. Even if petroleum sector is excluded from the public sector, the return on investment for the remaining CPSCs works out to 12.1%. പെട്രോളിയം സെക്ടർ നേടിയ ലാഭം എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ നേടിയ ലാഭത്തേക്കാൾ വളരെ ഉയർന്നതാണ്. എന്നാൽ ഹെവി എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസ് തുടങ്ങിയ ലാഭം എന്ന് പറയുന്നത് പെട്രോളിയം മേഖലയുടെ ലാഭത്തേക്കാൾ കൂടുതലുമാണ്. പെട്രോളിയം മേഖല പൊതുമേഖലയിൽ നിന്ന് ഒഴിവാക്കിയാലും ശേഷിക്കുന്ന CPSCകളുടെ വരുമാനം 12.1% ആയി വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 8th പോയിൻ്റാണ് performance in the post-liberalization era. The performance of CPSCs have improved significantly since 1991 to 1992, the year of liberalization, and have shown continuous growth. Trend of growth of some of the important financial parameters from 1991 to 1992 to 2030 to 40 is given below. 1991 മുതൽ 92
ഇവരെയൊക്കെ CPSEയുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലിബറലൈസേഷന് ശേഷവും അവയുടെ വളർച്ച വളരെ മെച്ചപ്പെട്ടു. ഇനി പറയുന്നത് കുറച്ച് പാരാമീറ്ററുകളെ കുറിച്ചിട്ടാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് ടേൺ ഓവറാണ്. ടേൺ ഓവറിൻ്റെ കാര്യത്തിൽ 1991-92 1,33,096 കോടി രൂപയായിരുന്നു ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ 2001-2002 അത് 4,78,731 കോടി രൂപയായി. 2005-2006 8,32,584 കോടി രൂപയായിട്ട് മാറി. നെക്സ്റ്റ് പാരാമീറ്ററാണ് പ്രോഫിറ്റ്. അത് 1991-92 മുതൽ നെറ്റ് പ്രോഫിറ്റിൽ വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. 2012-13 1,43,581 കോടി രൂപയായിരുന്നു. അത് 2013-14 1,49,164 കോടി രൂപയായി മാറി. 2013-14 3.92% വളർച്ച കാണിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് ഡിവിഡൻഡ് പേയ്മെൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് ഇൻ 2017-18 there were 264 public sector enterprises, of which 184 were profit making and 71 loss making. Out of their rupees 1.28 lakh crore profit, they paid rupees 76,600 crore or 60% as dividend. 2017-18 264 പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകൾ ഉണ്ടായിരുന്നു. അതിൽ 184 ലാഭമുണ്ടാക്കുന്നതും 71 നഷ്ടമുണ്ടാക്കുന്നതുമായിരുന്നു. അതിൽ 1.28 കോടി രൂപ ലാഭത്തിൽ നിന്ന് അവർ 76,600 കോടി അഥവാ 60% ഡിവിഡൻ്റായിട്ട് കൊടുത്തിരുന്നെന്നാണ് പറയുന്നത്. അടുത്ത പാരാമീറ്ററാണ് കോൺട്രിബ്യൂഷൻ ടു സെൻട്രൽ എക്സ്ചെക്വർ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിലേക്ക് പബ്ലിക് സെക്ടേഴ്സ് ടാക്സ് ആയിട്ടും ഡിവിഡൻ്റായിട്ടും അവരുടെ സംഭാവന കോൺട്രിബ്യൂഷൻസ് നൽകുന്നുണ്ട്. 2 തരത്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അവിടെ, ടാക്സ് പിന്നെ ഡിവിഡൻഡ്. പൊതുമേഖല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു ബാക്ക് ബോൺ ആണെന്നാണ് പറയുന്നത്. അടുത്തത് ക്രോസ് ഇൻറ്റേർണൽ റിസോഴ്സ് ജനറേഷൻ. അതിൽ പറയുന്നത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആർ ഫിനാൻസിങ് അബൌട്ട് 50% ഓഫ് ദി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ത്രൂ ജനറേഷൻ ഓഫ് ഇൻറ്റേർണൽ റിസോഴ്സസ്. ദി ഇൻറ്റേർണൽ റിസോഴ്സസ് generation by PSCs have been showing continuous significant growth. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ 50% ഇൻറ്റേർണൽ റിസോഴ്സസിന് വേണ്ടി നൽകുന്നുണ്ട്. ഇൻറ്റേർണൽ റിസോഴ്സസിൽ ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് കാണാനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് return on investment. A majority of the persons believes that performance of the public sector enterprises is very poor and most of them are loss and are burden of the economy. The truth is otherwise. The return on investment by PSCs is more than 40%, which is comparable with the return of the public sector. മെജോറിറ്റി പേഴ്സൺസ് ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിൻ്റെ പ്രവർത്തനം വളരെ പുവറും അതുപോലെ തന്നെ അവർ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ്. എന്നാൽ അതിൻ്റെ ട്രൂത്ത് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകൾ ഉണ്ടാക്കുന്ന ലാഭം എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറിനേക്കാൾ 40% കൂടുതലാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ്, നെക്സ്റ്റ് പോയിൻ്റാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇതിൽ വരുന്ന 9th പോയിൻ്റ്. PSCs contributed significantly to the country's economy. The market capitalization of listed CPSEs stood at 12.89 lakh crore on May 17, 2019, down 50.3% from rupees 50.22 lakh crore as on March 31, 2018. During the same period, BSE MCAP rose 3.05%. Besides assorted policy obligations on these firms which make it difficult for them to operate in a commercial environment. The shrinking of MCAP of CPSEs is also due to fierce competitions from private sector which they find too difficult to put up with. The PSEs have to be given greater functional autonomy with accountability in the decision making process. രാജ്യത്തിൻ്റെ എക്കണോമിയിലേക്ക് PSEs കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ലിസ്റ്റഡ് CPSEs എന്ന് പറയുന്നത് മെയ് 17, 2019 $12.89 ലക്ഷം കോടി ആയിരുന്നു. ഇത് മാർച്ച് 31, 2018
2018 15.22 ലക്ഷം കോടി നിന്ന് 15.3% ആയിട്ട് ഇടിഞ്ഞു. ഇതേസമയം BSE MCAP 3.05% ഉയർന്നു. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ CPSEകളുടെ MCAP കുറയുന്നതും സ്വകാര്യ മേഖലയിൽ നിന്ന് ഉള്ള കടുത്ത മത്സരവും ഈ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസുകൾ നേരിടുന്ന വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയ, അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ അവയ്ക്ക് കൂടുതൽ സ്വയംഭരണാവകാശം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത്രയാണ് പറയുന്നത് പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകൾ. താങ്ക് യു.